ഒത്തിരി മനോഹരമായ ഒരു പ്രണയലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ ഭാര്യയ്ക്ക് തന്നെയായിരുന്നു എന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് ശ്രീജിത്ത് രവി പറഞ്ഞു. അതിൻ്റെ കഥ പോരട്ടെ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം രണ്ട് സ്ഥലത്തായിരുന്നു. ഷി വാസ് ഇൻ എ ഹോസ്റ്റൽ. ഒരു ഫോൺ സാധ്യമായിരുന്നില്ല. മൊബൈൽ ഫോൺ അവിടെ അലൗഡ് ആയിരുന്നില്ല. അങ്ങനെ കഥകളൊന്നും പറയുന്നില്ല. കൂടുതൽ കഥകൾ പറഞ്ഞ് കുട്ടികൾക്ക് ഐഡിയാസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഹംസം ഉണ്ടായിരുന്നു. അതാരാന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാം ഒളിച്ചു വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിത് കൊണ്ടു നടക്കുന്ന സമയത്ത് ഈ പ്രണയലേഖനം അങ്ങനെ ചില സാധനങ്ങൾ നമുക്ക് വഴിയുണ്ടായിരുന്നു. പ്രണയം ലാംശേടിന്റെ താഴെ ഇരുന്നിട്ട് എങ്ങനെയൊക്കെയാണ് പ്രണയലേഖനം എഴുതി. എനിക്ക് എഴുതാൻ എനിക്ക് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വീട്ടിൽ നമ്മൾ ഫ്രീ ആയിരുന്നു. നമ്മൾക്ക് വായിക്കാൻ തടസ്സം ഉണ്ടായിരുന്നുണ്ടോ എന്തായാലും. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും കാണാനൊന്നും അത് റൂമില് ആരും ഒരുപാട് കുട്ടികളുള്ള ഒരു മുറിയിനകത്ത് പുതപ്പിന്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് ടോർച്ചൊക്കെ അടിച്ചിട്ട് അയച്ചു എന്നാണ് എന്റെ അറിവ്. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എങ്കിന്റെ പോലെ കുറച്ച് എഴുതിട്ട് അത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇപ്പോഴും ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ അടുത്ത പാട്ട് ശ്രീജിത്തിന്റെ സഞ്ജുവിന് വേണ്ടിയിട്ട്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ശ്രീജിത്ത് രവി. നേരത്തെ സഞ്ജുവിന് വേണ്ടി ഞാനൊരു പാട്ട് വെച്ചു തന്നില്ലേ? പക്ഷെ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരാ പാട്ട് പാടുന്നത്? പാട്ട് പാടുന്നത് സഞ്ജുവാണ് പാടുന്നത്. ഞാൻ പാടില്ല. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇല്ല, ചോദ്യം കഴിഞ്ഞിട്ടില്ല. സഞ്ജുവിന് വേണ്ടിയിട്ടൊരു പാട്ടെന്ന് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുക? സഞ്ജുവിന് വേണ്ടി പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. അതാണ് സഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കുറെ ഉണ്ട്. അത്തരം പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ഒളിച്ചിരിക്കാൻ, അങ്ങനെയുള്ള ചില അങ്ങനത്തെ ഒരു കാറ്റഗറി പാട്ടുകളോടാണ് എനിക്ക് തോന്നുന്നത്. 85-90 കാലഘട്ടത്തിലൊക്കെയുള്ള അങ്ങനത്തെ മെലഡിയോടാണ് കൂടുതൽ താല്പര്യം. ഇതുവരെ ഒരുപാട് റൊമാൻറ്റിക് സിനിമാസ് കണ്ടിട്ടുണ്ടാവും പണ്ട് മുതൽ ഇന്ന് വരെ. ഏറ്റവും റൊമാൻസ് തോന്നിയ ഒരു സിനിമ ഏതാ? ഈ അടുത്ത് കണ്ട തട്ടത്തിൻ മറയത്ത് ആണ് ഏറ്റവും മനസ്സിൽ ഏറ്റവും അധികം ഈ പറഞ്ഞ പോലെ ഭാര്യയെ ചേർത്ത് പിടിച്ചിരുന്ന സിനിമ കാണാൻ തോന്നിയൊരു സിനിമ ആയിരുന്നു. വിനീത് പറഞ്ഞു പ്രണയം പൈങ്കിളിയാണെന്ന്. പ്രണയം പൈങ്കിളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിഷേധിക്കുന്നുമില്ല. അതായത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൈങ്കിളി പ്രണയം തന്നെയായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് ഒരു മാരേജ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വളരെ ഒരു ഗ്രഡേഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗ്രഡേഷനുള്ള മാരേജിന് ശേഷം ഈ 5-6 വർഷത്തേക്കും നീങ്ങിപ്പോകുന്നത്. ഇനി അങ്ങോട്ട് ആ ഒരു ഗ്രഡേഷൻ തന്നെ ആയിരിക്കും. അപ്പൊ അത് ഉള്ളിലേക്ക് ഒരിക്കലും ഒരു പ്ലാറ്റോയിലെത്താതെ താഴത്തേക്ക് പോവാതെ മുകളിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും അതങ്ങനെ തന്നെയായിരിക്കും. സമയം പോകുന്തോറും പ്രണയം വളർന്നുകൊണ്ടേയിരിക്കണം. വീഞ്ഞു പോലെ ശക്തി കയറിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ ഈ വരുന്ന പാട്ട് ശ്രീജിത്ത് രവിക്കും സഞ്ജുവിനും വേണ്ടിയിട്ടാണ്. സഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ആത്മാവിൽ മുട്ടി വിളിക്കുന്ന പാട്ട്. ചില സിനിമകളിലെ ചില ഡയലോഗ്സ് കാണുമ്പോൾ നമുക്ക് തോന്നും വാവ്, ആ ഒരു സിറ്റുവേഷനിലായിരുന്നെങ്കിലെന്ന്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ റീനു പ്ലസ് ശ്രീജിത്ത് രവി. ശ്രീജിത്ത് ഏതെങ്കിലും ഒരു മൂവി കണ്ടിട്ട് അതിലൊരു ഡയലോഗ് കണ്ടിട്ട് വാവ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് തട്ടത്തിൻ മറത്തിന് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുടെ കാമുകന്മാരെ മുഴുവൻ ഓളന്മാരാണ്. അങ്ങനെയാണോ റിയൽ ലൈഫില്? സത്യമാണ് കേട്ടോ. ശരിക്കും എന്റെ ഭാര്യ കുടുകുടായി ചിരിച്ചൊരു ഡയലോഗാണ്. എന്റെ അപ്പുറത്തുനിന്ന് ഒരു 15 പ്രാവശ്യം എന്നിട്ട് കുത്തി സിനിമ കണ്ടുകൊണ്ടിരിക്കണം കേട്ടില്ലേ എന്ന് പറഞ്ഞൊരു സാധനം. പക്ഷെ എനിക്ക് അതിന് സന്തോഷമുള്ളൂ. കാരണം ആ ഒരു ഡിഫറൻസ്. സത്യത്തിൽ ഞങ്ങളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്നാണ് വിളിക്കുന്നത്. കാരണം എൻ്റെ മോൻ നല്ല വെളുത്തിട്ടാണ്, എൻ്റെ ഭാര്യ നല്ല വെളുത്തിട്ടാണ്, ഞാൻ നല്ലോണം കറുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കറുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കറുത്ത പായസം പോലും കുടിക്കാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഒരാള് ഇങ്ങനെ കറുത്തൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ആ ഇഷ്ടത്തിന്റെ ഒരു ശക്തി ഒന്നാണ്. അതുകൊണ്ടാണ് അത്തരം പ്രണയലേഖനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും വളരെ വളരെ ആത്മാർത്ഥമായ സൗന്ദര്യലഹരി എന്നൊരു ശരിക്കും ഒരു കവിതയുണ്ട്. പക്ഷെ എൻ്റെ ഒരു സൗന്ദര്യലഹരി ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഒരിക്കൽ എഴുതിയത്. അതിനുശേഷം ഞാൻ ചിക്കൻ ബോക്സിന്റെ വേറൊരു വേരിയന്റ് ഉണ്ട്. ഈ കൈയിന്റെ നെർവിലൊക്കെ വന്നൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു അസുഖമായിരുന്നു. പക്ഷെ കുറെ റെസ്റ്റ് വേണ്ടി വന്നിരുന്നു. അപ്പൊ കുറെ കിടപ്പായിരുന്നു. ആ സമയത്ത് ഹെർപ്പീസ് എന്നാണ് ആ ഒരു രോഗാവസ്ഥക്ക്. നെർവിന്റെ മുകളിലൊക്കെ ചെറിയ പെയിൻ ഒക്കെ വരുന്നൊരു ഇതായിരുന്നു. ആ സമയത്ത് ഞാനൊരു അടുത്ത കവിത എഴുതി അയക്കുന്നത് ഹെർപ്പീസ് കാലത്തെ പ്രണയലേഖനം, അഥവാ
പ്രണയകാലത്തെ ഹെർപ്പീസ് ലേഖനം എന്ന് പറയുന്ന ഒരു കവിത എഴുതി അയച്ചു. ലവ് ഒരു പെയിനാന്നും കൂടിയാ പറയുന്നത്. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു പെയിൻഫുൾ അവസ്ഥയിലാണല്ലോ നമുക്ക് ഏറ്റവും അധികം എഴുതാൻ തോന്നുന്നത്. അങ്ങനെ 2 കവിതയാണ്, നല്ല 2 കവിതകൾ എഴുതി. കവിത വായിച്ചാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. പിന്നീട് ആവട്ടെ, ഇനിയൊരു അവസരത്തിൽ അതൊരു രക്ഷപ്പെടലാണെന്ന് അറിയാം. Club FM'ലെ ലവ് ബൈറ്റ്സിൽ now it's time for a beautiful song. Stay tuned for Tan Kanakina Romance. You are listening to Kerala's #1 FM, Club FM. This is Love Bites with Renu and Srijit Ravi. പ്രണയിക്കുന്ന ഒരുപാട് പേര് ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ടാവും. അവർക്കായിട്ടൊരു ലവ് മെസ്സേജ്. എന്തുകൊണ്ടും പ്രണയത്തിന്റെ ഏറ്റവും സുഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജ് ആണെന്ന് ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പല ആൾക്കാരും അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രീ മാരേജ് സ്റ്റേജിൽ നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാരുടെ നല്ലത് മാത്രം കാണുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഇഷ്ടത്തിനേക്കാൾ എന്തുകൊണ്ടും പവർഫുള്ളും സ്ട്രോങ്ങറും ഇന്റൻസുമാണ് അയാളുടെ എല്ലാ നെഗറ്റീവ്സും കണ്ടതിന് ശേഷം, വിച്ച് ഹാപ്പൻസ് നോർമലി ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് മാരേജ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രണയിക്കുന്നതിനാണ് ഇന്റൻസിറ്റിയും ശക്തിയും സത്യവും കൂടുതലുള്ളത്. കല്യാണം കഴിഞ്ഞ പ്രണയം തീരും എന്ന് പറയുന്ന വെറും പൊട്ടത്തരാണ്. ഈ ആ ഒരു ടെസ്റ്റിംഗ് ഫേസ് ഉണ്ട്. അപ്പോൾ പ്രണയിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കും ഈ ടെസ്റ്റിംഗ് ഫേസ് വരും. ആ ടെസ്റ്റിംഗ് ഫേസിലൂടെ കടന്നു പോവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുക. കടന്നു പോയാൽ അതിനേക്കാൾ സുഖകരമായിട്ടുള്ള ഒരവസ്ഥ പ്രണയത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഇത്രയും നേരം ലവ് ബൈറ്റ്സിന് വേണ്ടി തന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഞങ്ങൾ 2 പേരും പോവാണ്. നാളെ പുതിയൊരു ലവ് ബൈറ്റ്സുമായിട്ട് തിരിച്ചു വരും. Till then, Renu and Srijit Ravi are signing off. Take care.